എന്തായിരുന്നാലും അർജുനെ ജീവനോടെ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷ ഇപ്പോഴും കൈവെടിയുന്നില്ല. ഉറപ്പായും അർജുൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവസാന നിമിഷം വരെയും പങ്കുവയ്ക്കാനുള്ളത്. എന്നാൽ കർണാടക സർക്കാർ ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ ഒരു ഊർജിതമായുള്ള തിരച്ചിൽ നടത്തിയില്ല എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. വീട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് കർണാടക അധികൃതർ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത് പോലും. അർജുന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ലോറി ഉടമയും അർജുൻ തിരിച്ചു വരുന്നതും കാത്ത് ഷിരൂരിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കന്യാകുമാരി പൻവേൽ ദേശീയപാത 66-ലാണ് മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപത്ത് ഷിരൂരിൽ വെച്ച് അർജുൻ ഓടിച്ചു വന്ന ഈ ലോറി മണ്ണിടിച്ചിൽ അകപ്പെട്ടു പോയതും. ചൊവ്വാഴ്ച രാവിലെ ഏകദേശം 8:30യോടുകൂടിയായിരുന്നു ഈ അപകടമെന്നാണ് കരുതുന്നത്. അർജുനെ കാണാതായ സ്ഥലത്തേക്ക് കോഴിക്കോട് നിന്നെത്തിയ ബന്ധുക്കളും വാഹന ഉടമയും ഒക്കെ തന്നെ എത്തിച്ചേർന്നുവെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം കർണാടക പോലീസ് ഇവരെയൊക്കെ തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകനായ രഞ്ജിത്ത് ഇസ്രയേൽ അദ്ദേഹത്തെ പോലും തടഞ്ഞതിൽ വലിയ സംഘർഷ സാധ്യത ഉടലെടുത്തിരുന്നു. പിന്നീട് വലിയ തോതിൽ ഇടപെടലുണ്ടായതിനെ തുടർന്നാണ് ഇവരെ മുന്നോട്ട് കടത്തിവിട്ടത് പോലും. എസ് പിക്കെതിരെയാണ് ബന്ധുക്കൾ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. ഒപ്പം ഈ എസ് പി സംഭവ സ്ഥലത്ത് നിന്നും ഒരു സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചതായിട്ടുള്ള ആരോപണവും ഉയരുന്നുണ്ട്. ഇത്രയധികം മോശകരമായ പ്രവൃത്തി ഇങ്ങനെ ഒരു ദുർഘടം പിടിച്ച ഘട്ടത്തിൽ, ഏറെ ആവലാതി ഉണ്ടാകുന്ന ഘട്ടത്തിൽ റഡാറുകളും മറ്റും കൊണ്ട് എത്തിച്ചതിനെ അടുത്ത് നിന്നൊരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള അത്രയധികം സാഡിസ്റ്റായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട്. കൂടാതെ തന്നെ രക്ഷാപ്രവർത്തനത്തിലെത്തിയ വാഹന ഉടമയെ മർദ്ദിച്ചു എന്നുള്ള ആരോപണം ബന്ധുക്കൾ പിന്നീട് ഉയർത്തിയിരുന്നു. മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് രഞ്ജിത്ത് ഇസ്രയേലിനെയും അതുപോലെ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനെയും രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് അർജുനെ ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലും ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അർജുന്റെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിനും കേരള കർണാടക സർക്കാരുകൾക്കും നിർദ്ദേശം നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്ന. അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയിരിക്കുന്നത്. അർജുനെ കണ്ടെത്താൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം കോഴിക്കോടായിരുന്നു നാട്ടുകാർ പ്രകടനം നടത്തിയത്. കോഴിക്കോട് തണ്ണീർപന്തലിലാണ് സേവ് അർജുൻ എന്ന പേരിൽ രൂപീകരിച്ച സമരസമിതി പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. വളരെ വേഗത്തിൽ അർജുനെ കണ്ടെത്തുകയല്ലാതെ മറ്റൊരു മാർഗവും തങ്ങൾക്ക് മുന്നിൽ ഇല്ല എന്ന് തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത്.